കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മലയാളികൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു ഭക്ഷണ വിഭവമാണ് മന്തി, ചിക്കൻ മന്തി അല്ലേ. കടകളിൽ കുഴിമന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കടകളിൽ കിട്ടാനുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഒരു വേർഷൻ ഓഫ് ചിക്കൻ മന്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായം പറയണം. മന്തി ഉണ്ടാക്കാൻ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അതിനൊരു അറബിക് മസാല റെഡിയാക്കണം. അപ്പോൾ 2 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ കുരുമുളക്, ഒരു 10-15 ഗ്രാമ്പു, ഒരു 7 ഏലക്കായ, ഒരു വലിയ കഷ്ണം പട്ട. ഇപ്പം ഞാനതൊരു 2 ഇഞ്ച് വീതമുള്ള 4 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് കാർഡമം എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതൊരു അറേബ്യൻ മസാല, ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ ഹെൽപ്പ് ചെയ്യണത് മെയിനായിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ ജീരകം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കണം, വറക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഒരു 4 പച്ചമുളകും, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു മുഴുവൻ നാരങ്ങയുടെ നീരുമാണ് വേണ്ടത്. ഇതെല്ലാം മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. അപ്പോൾ മാരിനേഷൻ എപ്പോഴും ഒരു മിനിമം 1 അവർ നമുക്ക് വെക്കണം. ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ കുങ്കുമപ്പൂവ് എടുത്തിട്ടുണ്ട്. കുങ്കുമപ്പൂവ് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്തതാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ ഇതിനൊരു നല്ല ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാനിവിടെ ഭയങ്കര വലിയ പീസുകളായിട്ടല്ല എടുത്തിരിക്കണേ. എൻ്റെ വീട്ടിൽ അത്രയും വലിയ പീസുകൾ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ഇഷ്ടമല്ല. അത് കാരണം കൊണ്ട് ഒരു ബിരിയാണിക്കൊക്കെ എടുക്കണ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്കാണ് നമുക്ക് മാരിനേഷൻ ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ചു വെച്ചിരിക്കുന്ന അറബിക് മസാലകളുണ്ടല്ലോ, ആ മസാലയിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം മസാല, അതായത് 1/3 ഭാഗം അവിടെ വെച്ചിട്ട് വേണം മസാല ഇതിലിടാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ അറബിക് മസാല ഉണ്ട്. ബാക്കി ഇതാ ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് റൈസിലേക്ക് ആവശ്യമാണ്. മസാലപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്, അതായത് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ള ഉപ്പ്. അതിന് ശേഷം നമ്മൾ നാരങ്ങ നീര് അവിടെ പിഴിഞ്ഞ് വെച്ചത് ഞാനിപ്പോൾ അളന്ന് നോക്കുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര്, അതൊരു മുഴുവൻ നാരങ്ങയുടെ നീര് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ആൻഡ് ഗ്രീൻ ചില്ലി പേസ്റ്റ്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇവിടെ സ്കിന്നില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നുള്ള ചിക്കനാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ മതിയായിരിക്കും. അപ്പം ഇത് നന്നായി മാരിനേറ്റ് ചെയ്ത് ഞാനിവിടെ ഓവർനൈറ്റ് വെക്കാൻ പോവുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം നല്ല പോലെ അതിൽ മസാലയൊക്കെ പിടിച്ച് നല്ല പോലെ സെറ്റാവും. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഓവർനൈറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു രാവിലെ നിങ്ങൾ മിരട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഉച്ചക്കേക്ക് ഉണ്ടാക്കാവുന്ന പോലെ ഒരു മിനിമം ഒരു 3 മണിക്കൂർ വെക്കുക. അത്രയും വെക്കാൻ പറ്റാത്തൊരു 1 മണിക്കൂറെങ്കിലും വെക്കണം. ഇന്ന് ഈ സ്റ്റീമറിലാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സ്റ്റീമറാണ്. താഴെ വെള്ളമൊഴിച്ച് മുകളിൽ നമ്മൾക്കിപ്പോൾ പഴമാണെങ്കിൽ പഴം പുഴുങ്ങാം, അല്ലെങ്കിൽ മുട്ട, അല്ലെങ്കിൽ അതേപോലെ വേറെ കൊഴുക്കട്ടയൊക്കെ പുഴുങ്ങുന്ന ആ സ്റ്റീമർ തന്നെയാണ്. ഈ സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാനിന്ന് ആദ്യം ചിക്കൻ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചിക്കൻ വേവിക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കും, ഇൻ കേസ് അത് എവിടെയും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ വെക്കുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് ആ ചിക്കൻ സ്റ്റോക്ക് തന്നെ ആ ആവിയിലിരുന്ന് വെന്ത ചിക്കൻ്റെ വെള്ളം താഴെ വെള്ളത്തിലേക്ക് വന്ന് മസാല എല്ലാം കൂടി നമുക്കത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിക്കൻ പീസസ് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ എന്തായാലും അതിൽ എണ്ണയൊക്കെ ഉണ്ടായിരിക്കും. ആ മസാല ഫുള്ളായിട്ട് അതിൻ്റെ മുകളിൽ പരട്ടി കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ച് ഞാൻ ഇത് അടച്ചു. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 മിനിറ്റാണ് ഇതിൻ്റെ വേവിക്കാനുള്ള സമയം. 40 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കുക. ഇടയ്ക്കിടയ്ക്ക് മീൻസ് ഒരു 2 പ്രാവശ്യം എൻ്റെ ഇടയിൽ തുറന്നു നോക്കിയാൽ മതി. എന്തിനാ തുറന്നു നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം വെക്കാൻ. പിന്നെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് കൊടുക്കാം. ആവിയിൽ വെച്ച് പുഴുങ്ങണതാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും നല്ലപോലെ വെന്ത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും പുറത്തുനിന്നൊക്കെ കിട്ടുന്ന മന്തിയിൽ ചിക്കൻ ഇങ്ങനെ അടർന്ന് പോരും, അത്രയും വെന്തിട്ടുള്ള ചിക്കനായിരിക്കും ഉണ്ടാവുക. ഞാനിതപ്പോൾ ഇതേപോലെ 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇത് തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് ചിക്കൻ മസാല പുരട്ടിയിട്ട് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ സ്റ്റോക്ക് എടുക്കുന്നു. എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ്. അതായത് ചിക്കൻ വേവിച്ചിട്ട് ആ വെള്ളം ആ മസാലയ്ക്ക് ഇതിലേക്ക് ഊർന്നിറങ്ങുമ്പോൾ സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ ഏകദേശം ഞാനിവിടെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിക്കൻ ഞാനിനി എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അതിനെ ഇത്തിരി റോസ്റ്റ് ചെയ്തൊരു ഗ്രിൽഡ് ടേസ്റ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വേവിച്ച ചിക്കൻ ഒന്ന് എനിക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ റോസ്റ്റ് ചെയ്യാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ ഓയിലൊക്കെ നമുക്ക് ആവശ്യമുള്ളൂ. നമ്മൾ മുക്കി പൊരിക്കല്ല, ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് കോട്ടാവുന്ന പോലെ. ഇത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. ചിക്കൻ ഓൾറെഡി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കാരണം കൊണ്ട് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം എന്താ വെച്ചാൽ നന്നായി വെന്ത് കിട്ടിയിട്ടുള്ളത് ചിക്കനാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കോട്ടിങ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള ചിക്കൻ സ്റ്റോക്ക് മാറ്റി ഞാനവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൈസിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ചിക്കൻ ഇതേപോലെ ഒരു 2 മിനിറ്റ് കഷ്ടിയൊക്കെ വെച്ചാൽ മതി. കണ്ടോ, ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുമ്പോഴേക്കും. കാരണം അത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സാധാരണ വെറുതെ വേവിച്ച ചിക്കൻ നമ്മൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും, എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി, എല്ലാവരും കഴിക്കുകയും ചെയ്തു. റോസ്റ്റഡിലുള്ള രീതിയിലായപ്പോൾ. അത് മാത്രമല്ല ആ അറബിക് മസാലയും കൂടി വന്നപ്പം നല്ല ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി ആ ബ്ലാക്ക് കാർഡമം ഒക്കെ ചേർക്കുമ്പോൾ നമുക്കൊരു സ്മോക്കി ഫ്ലേവർ, സ്മോക്കി ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ചിക്കൻ ഇതേപോലെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റെഡി ആയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ് മന്തി ഉണ്ടാക്കാൻ. ഒരുപാട് ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും സമയം പോലും വേണ്ട. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യം നല്ലപോലെ ഓയിൽ ഒഴിക്കണം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബേലീഫ് ആഡ് ചെയ്യുക, ഒരു ബ്ലാക്ക് കാർഡമം, ഒരു 5 ഏലക്ക, അതേപോലെ തന്നെ ഒരു 5 ഗ്രാമ്പൂ, 2 ഇഞ്ച് വലിപ്പമുള്ള പട്ട, 4 കഷ്ണം ഇടാം. കാരണം ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 4 ഗ്ലാസ് ബസ്മതി റൈസാണ്. ഇതിലേക്ക് നമുക്ക് സബോള ചേർക്കാം. ഒരു സബോള അല്ലെങ്കിൽ ഒരു വലിയ സബോള അല്ലെങ്കിൽ 2 മീഡിയം സൈസ് സബോള, പിന്നെ ഒരു 3 പച്ചമുളക്. നമുക്കിത് ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഉള്ളിയുടെ ആ പച്ചമണം പോകണം, അത്രയേ ഉള്ളൂ. ലൈറ്റൊരു പിങ്ക് ഷെയ്ഡാവില്ലേ, ആ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചതിടാം. ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് 3 എണ്ണം. ഇതിലേക്ക് നമ്മുടെ ഇന്നലത്തെ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന മന്തി മസാല ഇല്ലേ, അതായത് അറബിക് മസാല, ആ മസാല ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു ചിക്കൻ ക്യൂബിൻ്റെ സ്റ്റോക്കിൻ്റെ ക്യൂബാണ്. ഇത് നിർബന്ധമുള്ള കാര്യമില്ല, പലർക്കും ഇതെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഇതിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ഇത്തിരി കൂടി ഫ്ലേവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്തു എന്നുള്ളൂ. അതൊരു ക്യൂബ്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കുക. ഇപ്പോൾ അരി ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഉപ്പ് നോക്കും. പക്ഷേ എന്നാലും ഇപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് ബാക്കി തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇടാം. ഇത് നന്നായി നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി ഇടണം. അരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒന്നില്ലെങ്കിൽ സെല്ല റൈസ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അത് ഈ കബ്സ അല്ലെങ്കിൽ മന്തി എന്ന് പറഞ്ഞിട്ടുള്ളതിനൊക്കെ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഞാനിവിടെ സാധാരണ ബസ്മതി റൈസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബസ്മതി റൈസ് എടുക്കുമ്പോൾ എന്താണ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവാണ് എപ്പോഴും എടുക്കേണ്ടത്. നമ്മുടെ കൈമ റൈസൊക്കെ ബിരിയാണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാണ് ഞാൻ എടുക്കാറുള്ളത്. ഞാൻ കുക്കറിലല്ല, ഇതേപോലത്തെ കടായിൽ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ചിക്കൻ സ്റ്റോക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് അളന്ന് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റ് 2 ഗ്ലാസ് വന്നിട്ടുണ്ട്, അതായത് 2 കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ 4 ഗ്ലാസ് അരിക്ക് അപ്പോൾ 6 ഗ്ലാസ് വെള്ളം, അപ്പോൾ ബാക്കി 4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. റൈസ് ഞാൻ 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ, കഴുകിയിട്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും ടേസ്റ്റും എല്ലാം നോക്കുക. ഇതിനി നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു തിള വരട്ടെ. ഒരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. വെള്ളം ഏകദേശം വറ്റി തുടങ്ങി നമുക്ക് കാണാൻ പറ്റുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്.
അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ ഇതേപോലെ ചോറ് ഒരു 3/4 ഭാഗം സെറ്റാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ഇത് കുഴഞ്ഞിട്ടൊന്നുമില്ല, കണ്ടോ? അരിയൊക്കെ വിട്ടാണ് ഇരിക്കണത്. അതിൽ ആ ഓയിലിൻ്റെയും ചിക്കൻ സ്റ്റോക്കൊക്കെ ഉള്ള കാരണം കൊണ്ട് ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ ക്രീമി ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അതിൽ തരി വെള്ളം കൂടി ഉണ്ട്. അതും ഒന്നും കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. നമ്മുടെ മന്തി റൈസ് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഓവറായിട്ട് കുഴഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ, അവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇല്ലേ, ആ ചിക്കൻ ഇതിലേക്ക് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ജസ്റ്റ് അമർത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനതിന് എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ പോകണം. അപ്പോൾ സ്മോക്കി ഫ്ലേവർ കൊടുക്കാനായിട്ട് നമുക്ക് ഒന്നില്ലെങ്കിൽ ചാർക്കോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കരിയില്ലേ അടുപ്പിൽ നിന്നൊക്കെ എടുക്കുന്നത്, അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ച് കൊടുത്താൽ കഴിഞ്ഞാൽ നല്ലോണം പുകയും. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്മോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ സാധാരണ പോലെ ഉണ്ടാക്കുമ്പോൾ ഇത് റോസ്റ്റ് ചെയ്യണതിനൊക്കെ പകരം സാധാരണ പോലെ ചെയ്തപ്പോൾ ഇത്രയും ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും സാധാരണ ഇവിടെ അങ്ങനെ എല്ലാവരും അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും കഴിക്കുകയും ചെയ്തു. 3 മിനിറ്റ് സ്മോക്ക് ചെയ്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വേണ്ട, കൂടുതൽ സ്മോക്കി ഫ്ലേവർ വേണ്ട ആവശ്യമില്ല. അപ്പം നല്ല സ്മോക്കി ഫ്ലേവർ വരട്ടെ. ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയപ്പം ഞാൻ അത് തുറന്നു. നമ്മളുടെ മന്തി ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാണ്. മന്തിയുടെ കൂട്ടത്തിൽ നമ്മളിന്ന് എന്താ കഴിക്കാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ ചട്നി പോലത്തെ, അവർ പുറത്തൊക്കെ നമുക്ക് ടൊമാറ്റോ ചട്നിയാണ് കിട്ടുക, ടൊമാറ്റോ സൽസ എന്നാണ് അതിന് പറയുക. അതേപോലെ തന്നെ എഗ്ലെസ് മയണൈസാണ്. എഗ്ലെസ് മയണൈസിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ഇടാം. അതേപോലെ ഈ ടൊമാറ്റോ സൽസ ചട്നിയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണിക്കാം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.